എടാ അതൊരു മോട്ടിവേഷൻ വീഡിയോ ഒന്നല്ല, കാരണം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ മാത്രം വലിയൊരു മോട്ടിവേഷൻ സ്പീക്കറൊന്നും ഞാനായിട്ടില്ല. പക്ഷേ ഇത് നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കേൾക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും സർക്കിളും ഉണ്ടാവും. അതായത് വാപ്പൊക്കെ പൈസ കൊടുത്തിട്ട് ആ പൈസക്ക് ജീവിച്ചിട്ട് നമ്മളെപ്പോലത്തെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ, അതായത് നമ്മളിങ്ങനെ ഡെയിലി പണിക്കൊക്കെ പോയിട്ട് ഓരോ പ്രാരാബ്ദങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരെ കാണുമ്പോൾ ഒരു പുച്ഛമുള്ള ഒരു ടൈപ്പ് നപ്പ് കിഡ്സ്. അപ്പോൾ നമ്മുടെ സർക്കിളിൽ എല്ലാവരും സർക്കിളും ഉണ്ടാവും. അപ്പോൾ ഓലെ കാണുമ്പം ഡെസ്പായിക്കുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓലെ ഓലെ ചില സർക്കാസ്റ്റിക് സാധനങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചടച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ നിങ്ങളെ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഓനിക്കിത് ടാഗ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ല, സിമ്പിൾ രണ്ട് കാര്യം ഞാൻ പറഞ്ഞ് നിർത്താം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓൻ കിടക്കുന്ന ചില പേസിയിലേക്ക് ഇനി കിടക്കുന്നത് 3-ലും 1-ലും ഇട്ടാൽ എങ്ങനെയൊക്കെ തിരിച്ചു നോക്കിയാലും കറങ്ങുന്ന ഒരേ സ്പീഡിലുള്ള ഫാൻ്റെ അടിയിലേക്ക്. ഓൻ കുടിക്കുന്ന ചിലപ്പോൾ കോക്കായിരിക്കും, ഇനി കുടിക്കുന്ന നാരങ്ങ സോഡായിരിക്കും. ഓൻ പോകുന്ന കാറിലായിരിക്കും. എൻ്റെ അടുത്തുള്ളത് ചിലപ്പോൾ പഴയ എക്സസൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്റ്റീവ് ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാ. എന്താണെന്ന് വെച്ചാൽ, ഈ ആക്റ്റീവ ഇതിൻ്റെ EMI-യും ഡെയിലി പെട്രോൾ അടക്കെല്ലാം ഞാൻ അടിക്കുന്നത് അല്ലേ. ഈ കുടിക്കുന്ന നാരങ്ങ സോഡൻ്റെ പൈസ ഇനി ഡെയിലി പണിക്കൂറ്റി ഉണ്ടാക്കുന്ന പൈസക്ക് വാങ്ങുന്നതാണ്. എൻ്റെ വീട്ടിൽ ഇറങ്ങുന്ന ഫാന് ഇനി പൈസ കൊടുത്ത് വാങ്ങിയതാണ്. എന്നാലും അവൻ്റെ കാര്യത്തിലോ ഇതൊക്കെ എനിക്ക് അവൻ്റെ വാപ്പ ചെയ്ത് കൊടുത്താണ്. അപ്പം ഇനി മത്സരിക്കുന്ന ആരുമായിട്ടാ? ഓനായിട്ടാണോ? നോ ബ്രോ. ഇനി മത്സരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെപ്പോലൊക്കെയുള്ള ആൾക്കാർ മത്സരിക്കുന്നത് ഓൻ്റെയൊക്കെ വാപ്പമാരോടാണ്, ഓനോടല്ല. ഓൻ്റെയൊക്കെ വാപ്പമാരോട്. തിങ്ക് ബ്രോ.